ഈ സുംബ ഡാൻസ് ആണല്ലോ ഇപ്പോൾ വിവാദം. മുസ്ലിം സംഘടനകളുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന് പിണറായി പാറ പോലെ ഉറച്ച തീരുമാനമെടുത്തു. ഡാൻസ് നടക്കുകയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ മുസ്ലിം സംഘടനകൾക്ക് ബലം കൊടുക്കുന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ വന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെയാണ്. സുംബ ഡാൻസ് നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, യോഗയ്ക്കൊക്കെ വെല്ലുവിളി പോലെ കൊണ്ടുവരികയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. സത്യത്തിൽ ഇത് അനവസരത്തിലാണോ ഈ സുംബ വിവാദത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഭാരതീയ വിചാര കേന്ദ്രം വന്നത്? ഒന്നുമല്ല. എന്തിനാണ് ഈ സുംബ ഡാൻസ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തതിൻ്റെ ഉദ്ദേശം? മയക്കുമരുന്നിനെതിരെയാണെന്ന് പറയുന്നത്. മയക്കുമരുന്നും സുംബ ഡാൻസും തമ്മിൽ എന്താ ബന്ധം? വാസ്തവത്തിൽ മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നൊരു സാധനമാണ് ഇത്തരം ഡാൻസ്. കാരണം ഈ ഡാൻസിൻ്റെ കൂടെ ഒരല്പം വെള്ളമടിക്കുകയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് ഡാൻസ്, പുതിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാവും. പുതിയതല്ല, ഈ ഉള്ള സ്റ്റെപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ ഈ നമ്മളുടെ ടെമ്പററി ആയിട്ട് മനുഷ്യൻ്റെ എനർജി കൂട്ടുന്ന സാധനങ്ങളാണ് മയക്കുമരുന്ന്. സത്യമാണ്. കാര്യം മയക്കുമരുന്ന് എന്നൊക്കെ പറയുമെങ്കിലും ഇയാൾ ഇത് മയങ്ങുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലെവൽ കുറയുമ്പോഴാണ്. അതുവരെ വളരെ ഊർജ്ജസ്വലനാണ്, പറോസ പോലെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ് നമ്മളുടെ മുനമ്പം ഭാഗത്ത് ഒരുത്തൻ്റെ കയ്യിൽ കഞ്ചാവോ എന്തോ MDMA ഉണ്ടെന്ന് അറിയിപ്പ് കിട്ടിയിട്ട് പോലീസുകാർ അവിടെ ചെല്ലുന്നു വീട്ടിൽ. ഇവനൊരു വാക്കത്തിയുമായിട്ട് ഇറങ്ങി വരുന്നു. മുറ്റത്ത് സൈഡിൽ നിന്ന വാഴ ഓരോറ്റ വെട്ടിന് അവൻ 2 കഷ്ണമാണ്. വാഴയ്ക്ക് പോലും അറിയുന്നില്ല തന്നെ വെട്ടിയെന്ന്. പിന്നെ വെട്ടിയെന്ന് മനസ്സിലായിട്ട് വാഴ മറിഞ്ഞു വീഴുന്നു. ഇത്ര വെട്ട്. ഇത് കണ്ടപ്പോൾ തന്നെ പോലീസുകാരനെ മനസ്സിലായി ഇവൻ്റെ മയക്കുമരുന്നുണ്ട്. അല്ലെങ്കിൽ അത്ര ശക്തിയിൽ ഒറ്റ വെട്ടിന് സാമാന്യം തടിയുള്ള വാഴ അങ്ങനെ മുറിയില്ല. അസാമാന്യ ശക്തി വേണം. ഈ ശക്തി കൊടുത്തിരിക്കുന്നത് ഈ മയക്കുമരുന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സുംബ ഡാൻസ് ഭംഗിയായിട്ട് കളിക്കണമെങ്കിൽ ഒരല്പം MDMA അല്ലെങ്കിൽ മിനിമം കള്ളെങ്കിലും കുടിക്കണം. അതുകൊണ്ട് മയക്കുമരുന്നിനെ ഇത് വെച്ച് തടയാം എന്ന് പറയുന്നതിൽ കഥയില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ സുംബ ഡാൻസ് സ്കൂളിലോ കോളേജിലോ ഉണ്ടോ? ഇല്ല. യൂറോപ്പിലുണ്ടോ? ഇല്ല. അമേരിക്കയിലുണ്ടോ? ഇല്ല. പെട്ടെന്ന് എന്തായിരിക്കും കേരളത്തിൽ എന്തിന് ഈ സുംബ ഡാൻസ് ഉത്ഭവിച്ചത്? യാദൃച്ഛികമായിട്ട് നമ്മുടെ അവിയലുണ്ടായ പോലെയാണ്. ബാക്കി വന്ന പച്ചക്കറി എന്ത് ചെയ്യും? ഭീമസേന കൂട്ടി അവിയലാക്കി. ഇപ്പോൾ അവിയലൊരു മെയിൻ ഡിഷായി. ഇതുപോലെ കൊളംബിയയിലെ ഒരു അധ്യാപകൻ, എന്താണത് അയാളുടെ പേരെനിക്ക് വരുന്നില്ല, അയാൾ ഒരു ദിവസം അയാളുടെ പാട്ട് വെട്ടിയെടുക്കാൻ മറന്നുപോയി. നൃത്തം പഠിപ്പിക്കുന്ന ആളാണ്. അപ്പം മറന്നുപോയി എന്ത് ഇതിനു വേണ്ടി തിരിച്ച് നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒരെണ്ണം തല്ലിക്കൂട്ടി റെഡിയാക്കി. അത് ലാറ്റിൻ ഒറിജിനായിട്ടുള്ള പാട്ടുകൾ ചുവടുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അത് ക്ലിക്കായിക്കോളാം. നമ്മുടെ ഈ അവിയൽ യാദൃശ്യമായിട്ടുണ്ടായിട്ട് അത് ക്ലിക്കായിട്ട് അത് മെയിൻ ഡിഷായിട്ട് ഇപ്പോൾ കല്യാണത്തിന് അവിയലില്ലാതെ പറ്റില്ല. അതുപോലെ സുംബ ഡാൻസ് പോപ്പുലറായി. ഓക്കെ, ഫൈൻ, പോപ്പുലറായി, ഇപ്പോഴും പോപ്പുലറാണ്. ബട്ട് ഇത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോകുന്നത്? എന്താ ഇതിൻ്റെ അർത്ഥം? ഈ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും കൂടെ ഒരു കൾച്ചർ വരുന്നുണ്ട്, ഇല്ലേ? അങ്ങനെയാണ് കൾച്ചർ വരുന്നത്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഥകളി നിരന്തരം കാണുന്ന ഒരാൾക്ക് പതുക്കെ ഒരു ഭാരതീയത വരും. കാരണം രാമായണം, മഹാഭാരതം ഇതൊക്കെയാണ് അതിനകത്തെ കഥ. ഇത് കേട്ടും മനസ്സിലാക്കിയും ഒരു വിദേശിയായ മനുഷ്യൻ ഇത് കേട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഭാരതത്തോടൊരു സ്നേഹം എന്നൊക്കെ തുടങ്ങും. ഇതാണ് കൾച്ചറൽ. അത് കൾച്ചറൽ ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയും. പലപ്പോഴും അത് അധിനിവേശമായിട്ട് മാറും. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ 200 കൊല്ലം നമ്മളെ ഭരിച്ചപ്പോൾ പ്രത്യേകിച്ച് അവരുടെ കൾച്ചർ അടിച്ചൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അവരുടെ ഇതിലേക്ക് അങ്ങ് മാറി. അവർ പോയി കഴിഞ്ഞപ്പോഴും ഇത് പോകാതെ കൂടുതൽ അതിൻ്റെ പിന്നാലെ പോയി. കാരണം ദ കൾച്ചർ റിമെയിൻ. എൻ്റെയും സുനിലിൻ്റെയൊക്കെ അച്ഛൻ പാൻ്റ് ഇടുമായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ സാധനമാണ് പാൻറ്റ്. അവർ ഇടുമായിരുന്നില്ല, നമ്മൾ ഇടാൻ തുടങ്ങി. അപ്പോൾ ഇത് കൂടിയോ കുറഞ്ഞോ? കൂടിയാണ് വരുന്നത്.
ഫോറിൻ ഇൻഫ്ലുവൻസ്. ഇതുപോലെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് കൊളംബിയയിൽ നിന്ന് ഇങ്ങോട്ട് വരും. എന്താ കൊളംബിയയ്ക്ക് പ്രാധാന്യം? അത് ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് ഈ പിണറായി വിജയനക്ക് ദേഷ്യം വരാൻ കാര്യം? സൂമ്പ വേണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട പറഞ്ഞപ്പോരെ. ലഘുവ്യായാമം എന്തെങ്കിലും ചെയ്യണം. ഇനി സൂമ്പയെ ചൊല്ലി തർക്കിക്കാതെ പറ്റില്ല, സൂമ്പ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിന് കാരണം ഈ കൊളംബിയയാണ്. കൊളംബിയ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയൊരു രാജ്യമായിരുന്നു പണ്ട്. അവർ അധികാരത്തിലൊന്നും വന്നില്ല. ബട്ട് വൺ ഓഫ് ദ മോസ്റ്റ് വയലൻറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ദ വേൾഡ് അത് കൊളംബിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഡ്രഗ്സിൻ്റെ കേന്ദ്രമാണ് കൊളംബിയ. അത് പിന്നീട് സംഭവിച്ചതാണ്. അപ്പോൾ 3-4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അടിയും പിടിയും ഒക്കെ നടത്തിയെങ്കിൽ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റിയില്ല. ഒടുവിൽ അവരുടെ കൂട്ടത്തിലെ ഒരു മെയിൻ ഗ്രൂപ്പ് നമ്മളുടെ CPM പോലെ ഒരു പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടാൻ തുടങ്ങി. ഇപ്പോഴും അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റിയിട്ടില്ല. കൊളംബിയ കഴിഞ്ഞാൽ പെറു വഴിക്ക് ബൊളീവിയ, നമ്മുടെ ചെഗുവേര പുള്ളിയുടെ സ്ഥലമാണ് ബൊളീവിയ. കൊളംബിയയിലെ അക്കരെ കടന്നു കഴിഞ്ഞാൽ ക്യൂബ, ഫിഡൽ കാസ്ട്രോ. ഈ സാധനമാണ് ഈ ശിവൻകുട്ടിക്കും പിണറായി വിജയനും ഒക്കെ ഊർജം. ഇത് പക്ഷേ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എതിർപ്പ് ഉയർന്നില്ല. ആ എതിർപ്പ് ഉയർന്ന കോർണർ തെറ്റിപ്പോയി. കാരണം അവർ വേറൊരു പിടിവാശിക്കാരാണ്. മനസ്സിലെ ആ പിടിവാശിക്കാരൻ താടിയും തലക്കെട്ടും വെച്ച് ഇതും നടക്കുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തുണിയില്ലാതെ തുള്ളാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സംഗതി ഈ മൊല്ലാക്ക ഇവനാരാന്നൊക്കെ പറഞ്ഞ് ചോദ്യമായി ബഹളമായി. ഇപ്പം ഇങ്ങേരും മിണ്ടാതെ തലയ്ക്ക് വെളിവുള്ള മുസ്ലിം തന്നെ ആയിക്കോട്ടെ അവരുടെ കൂടെ ഈ കടുംപിടുത്തവും സംഗതിയൊന്നും ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. മുസ്ലിം ലീഗാണ് പറഞ്ഞതെങ്കിൽ ഇത്രയും ഒരു ബഹളം ഉണ്ടാവില്ല. ഇപ്പം എന്തായി, ഇയാൾ റാഡിക്കൽ ഇസ്ലാമാണെന്ന് വെച്ചോ. പക്ഷേ റാഡിക്കൽ ഇസ്ലാം ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പകലാണെന്ന് തന്നെ പറയണ്ടേ? അയാൾ പറയുന്ന ഡാറ്റ ഫാക്റ്റ് ശരിയല്ലേ? നമുക്ക് പറ്റുന്നതല്ല എന്നുള്ളത്. അപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രം റാഡിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റിൽ അവർ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് വിചാര കേന്ദ്രത്തിൽ. ഇപ്പോൾ റാഡിക്കൽ ഇസ്ലാം പറയും, കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് സംഘം പറയും. അവർ പക്ഷേ ഈ കൾച്ചറൽ പോയിന്റ് ഒന്നുമല്ല. അവരുടെ പോയിന്റ് വേറെയാണ്. പെൺപിള്ളേർ തുള്ളാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ബേസിക് ഐഡിയ. പെണ്ണുങ്ങൾ സ്കൂളിലേ പോകാൻ പാടില്ല. ലീഗിൻ്റെ വനിതാ നേതാവ് പറഞ്ഞു മ്യൂസിക് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, അവരെ മ്യൂസിക് കേട്ട് തുള്ളണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന്. യേശുദാസിൻ്റെ പാട്ട് കേട്ട് നന്നായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതെ അതെ. ആരാ അയാൾ? ഒരു സമസ്തയുടെ ഒരാളാണ് അല്ലേ? സമസ്തയല്ലപ്പം, സലഫിയുടെ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. താടിയും വെച്ച് വലിയ ഒരുപാട് പേര്, ഒന്നാമത് വലിയ പേരുകളാണ്. മുജാഹിദ് ബാലുശ്ശേരി. മുജാഹിദ് ബാലുശ്ശേരി. യേശുദാസിൻ്റെ പാട്ട് കേട്ട് ഞാൻ ഇനി നന്നായി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ യേശുദാസിൻ്റെ പാട്ട് കൊണ്ട് എന്താ പ്രയോജനം? അല്ല, സത്യത്തിൽ സുനിലൊന്ന് ആലോചിച്ച് നോക്ക്. യേശുദാസിൻ്റെ പാട്ട് കൊണ്ട് ഒരാളും നന്നായിട്ടില്ല. അതാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ഈ പാട്ട് കൊള്ളില്ല, ഒരു പ്രയോജനമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെണ്ടമേളം നടത്തുന്നു, വല്ല പ്രയോജനമുണ്ട്? ആരെങ്കിലും ഇന്ന് വരെ ഞാൻ ചെണ്ടമേളം കേട്ടപ്പോൾ കള്ളുകൂടി നിർത്തി കേട്ടോ, ഞാൻ യേശുദാസിൻ്റെ പാട്ട് കേട്ടു, വ്യഭിചാരം വേണ്ടെന്ന് വെച്ചു, ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ഇതൊന്നും പാടില്ല, ഷിർക്കാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ആ ആംഗിളിൽ സൂമ്പ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ചീറ്റിപ്പോയത്. അതല്ലാതെ സെൻസിബിളായിട്ട് വാട്ട് ഈസ് ദ നീഡ്? ഭൂലോകത്തെങ്ങും കരിക്കുലത്തിൽ സൂമ്പയില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് എല്ലാവരും. അതിനകത്ത് ഈ സാധനം മുഴുവനുണ്ട്. നിങ്ങളുടെ ഹാർട്ടിന് പറ്റിയതുകൊണ്ട് പലവിധ എക്സർസൈസ്. നമുക്ക് പണ്ട് ഡ്രില്ലുണ്ടായിരുന്നു. അതെ സ്കൂളിൽ. ആ സാധനം അത് തന്നെ ഇപ്പോൾ ഡ്രില്ലിൻ്റെ പീരീഡ്. ഇപ്പം മറ്റ് പല സാറന്മാരും ഡ്രില്ലിനൊന്നും പോകണമെന്ന് കടലാസിലുണ്ട്, ഇല്ല. അപ്പോൾ ഇതിങ്ങനെ. എന്നാൽ സർക്കാർ ഇതുവരെ ഇറക്കിയ ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ ആകെ 3 ദിവസമാണ് ഈ സുംബ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 24, 25, 26 ജൂൺ. 25-നാണ് എന്താ ലോക ലഹരി വിരുദ്ധ ദിനം.
അപ്പോൾ 26-ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുന്നു ലഹരിക്കെതിരെ. ആ പ്രസംഗം ലൈവായിട്ട് വിക്ടേഴ്സ് ചാനൽ വഴി പിള്ളേരെ കാണിക്കണം. പാടാ എല്ലാവരും മര്യാദയ്ക്ക് ഇരുന്ന് ടി വി കാണണം. അപ്പോൾ ഇവർ ഉറക്കം തൂങ്ങി ഇങ്ങനെ അത് കാണും. ഇതൊക്കെയാണ് പരിപാടി. 26-ന് ശേഷമുള്ള പരിപാടിയൊന്നും പറഞ്ഞിട്ടില്ല. 24-നും 25-നും രാവിലെ അസംബ്ലിയിൽ സുംബ സ്ട്രോക്ക് ലഘുവ്യായാമങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എൻ്റെ മൊബൈലിലുണ്ടാകും. ഇത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ദിവസവും പഠിപ്പിക്കാനൊന്നും സർക്കാർ അത് കഴിഞ്ഞു. ഈ മാസം കഴിയുന്നതോടെ തീർന്നു. പക്ഷേ തീർന്നോ? ഇപ്പോൾ ശിവൻകുട്ടിയുടെ ബലം പിടുത്തം കണ്ടു കഴിഞ്ഞാൽ തീർന്നു. പുള്ളി ഇപ്പോൾ നാട്ടിൽ മുഴുവൻ പ്രതിഷേധ സുംബ. എന്നിട്ട് പുള്ളിയുടെ ആ നടപ്പ് കണ്ടില്ലേ, പുറകിൽ കൈയൊക്കെ കെട്ടി ഞാനാണ് ഇതിൻ്റെ നടത്തുകാരൻ. അങ്ങേരെ സ്വയം സുംബാജി കഴിഞ്ഞത് ഭാഗ്യം. പുള്ളി ഒരു നിയമസഭയിലെ സുംബ. അത് തന്നെ. പിന്നെ ഇവർക്കും ഒരു അബദ്ധം പറ്റി കേട്ടോ. ആദ്യം ഒബ്ജക്ഷൻ റേസ് ചെയ്ത മുസ്ലിംസ് സത്യസന്ധമായിട്ട് മുസ്ലിമിൽ നോക്കുക. സുംബ ഡാൻസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഈ പറഞ്ഞ അവർ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണെന്ന് തോന്നുന്നു. ഇതുപോലത്തെ യുവതികൾ പെൺകുട്ടികൾ തുള്ളുന്നതാണ് സുംബ. യൂട്യൂബിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഈ തുണി കുറവുള്ള പെണ്ണുങ്ങളെ കാണുള്ളൂ. പക്ഷെ ഇതിന് അപ്പോൾ അത് അവർ പറയുന്നത് സത്യമില്ല. അത് ശരി. വേറൊരു ലക്ഷ്യം കൂടി കേട്ടോ. ഞങ്ങൾ ഇക്കാലം അത്രയും ഈ ഇസ്ലാമിക തീവ്രവാദ റാഡിക്കൽ ഇസ്ലാമിന് കീഴടങ്ങി, ഇനി അങ്ങനെയല്ല എന്ന് നിലമ്പൂരിന് ശേഷം ഒന്ന് കാണിക്കാനുള്ള ഹിന്ദുക്കൾക്കൊരു മെസ്സേജ് ഇരിക്കട്ടെ, ക്രിസ്ത്യാനികൾക്കും. പിന്നെ അതും കാണും. അത് സൈലൻ്റായിട്ട് ഇത് ഇഷ്യൂ വിട്ടുകളയുകയും ചെയ്യും. അതൊക്കെ വിട്ടു ഇനിയില്ലല്ലോ. ഇല്ല. പക്ഷേ എനിക്കറിയാൻ പാടില്ലാത്തത് ഇനി സുംബായി ഇല്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല. 26 വരെയുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. മിക്കവാറും അത് കഴിഞ്ഞ് സുംബയും ഉണ്ടാവില്ല. ഇവരും സൈലൻ്റ് ആകും, അവരും സൈലൻ്റ് ആകും, എല്ലാം അവസാനിക്കും. ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്തി എന്നൊരു തോന്നലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല. ഈ പഴയ നമ്പറൊന്നും ഇപ്പോൾ ഹിന്ദുവിൻ്റെ അടുത്തും ചിലവാകുന്നില്ല. അതാണ് പ്രശ്നം. ഹിന്ദുക്കൾ മെല്ലെ ഒരു എന്താ പറയുക ഉണർന്നു വരുന്നു. പക്ഷേ ആ ഉണർവിൽ കുറേ അബദ്ധങ്ങൾ അവരും കാണിക്കുന്നു, മുസ്ലിങ്ങൾ കാണിക്കുന്ന പോലെ. ഈ പ്രശ്നം ഈ റിഫോം ചെയ്യുകയും റിവൈവ് ചെയ്യുകയും ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. പുനരുത്ഥാനം നവോത്ഥാനം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ആ പ്രയോഗം ഓർക്കുമായിരുന്നു, ഹിന്ദു താലിബാൻ. അതെ, അത് വരുന്നത് കഷ്ടമാണ്. ഏതായാലും അതുകൊണ്ട് ഇപ്പോൾ ആദ്യം ഈ ഇഷ്യൂ ഉയർത്തിയത് ഇസ്ലാമാണ് എന്ന് വിചാരിച്ചിട്ട് വിചാരകേന്ദ്രം അതിനെ കണ്ണുമടച്ച് തീർക്കേണ്ട കാര്യമില്ല. അതാണ് വിചാരകേന്ദ്രം ചെയ്തിരിക്കുന്നത്. അവർ ശരി പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറയണം. അവർ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, വിചാരകേന്ദ്രം പറയുന്നു ഇത് തെറ്റാണ്. അത് അവർ പറയുന്നത് പോലെ ആയിപ്പോയി എന്നേ ഉള്ളൂ. ഞാൻ ആ പ്രസ്താവന വായിച്ചില്ല, ഞാൻ വായിച്ചു. ബട്ട് ഐ പ്രസ്യൂം, ഞാൻ കുറേ കാലം അതിനകത്തുണ്ടായിരുന്നല്ലോ, എനിക്ക് അതിൻ്റെ നേച്ചർ അറിയാം. അവർ മുസ്ലിം പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയല്ല, അല്ലെങ്കിൽ ശരിയാണെന്നൊന്നും അവരെ പറ്റി പരാമർശിച്ചിട്ട് അവർക്ക് പറയാനുള്ളത് അവർ അത്രയേ ഉള്ളൂ. അവരുടെ വെർഷൻ മാത്രം പറഞ്ഞു, നമ്മുടെ സംസ്കാരത്തിൽ നിരക്കുന്നതല്ല, നമുക്ക് യോഗയൊക്കെ ഉണ്ട്, അത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നർത്ഥത്തിലാണ്. യോഗയെ വർഗീയമാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച ടീമാണിത്. അതെ, മനസ്സിലായി. അന്നിവർ ഒന്നായിരുന്നു, റാഡിക്കൽ ഇസ്ലാമും ഇടതുപക്ഷവും ഒന്നായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷം വിചാരിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും റാഡിക്കൽ ഇസ്ലാം കൂടെ നിൽക്കുമെന്ന്. അവരൊട്ടും നിൽക്കുന്നുമില്ല. അതെ, ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ഗതികേടായി. ഏതായാലും സൂംബയ്ക്ക് പിന്നിലെ അജണ്ട അങ്ങനെയൊന്നും ആർക്കും മനസ്സിലായില്ലായിരുന്നു. സൂംബയ്ക്ക് പിന്നിൽ ഈ ചെഗുവേരയാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ചെഗുവേരയാണ്. അങ്ങേരാണെങ്കിൽ ഒന്നാന്തരം മയക്കുമരുന്നടിക്കാരനുമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. ഇവർക്കിത് നിങ്ങൾ ഇത് എവിടെ നിന്ന് ഈ സാധനം ഉത്ഭവിക്കുന്നു, അല്ലാതെ ഇപ്പോൾ ആർക്ക് ഈ ലഹരി ഇല്ലാതാക്കണമെന്ന് ഇത്ര വാശിയുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിൽ രാഷ്ട്രീയക്കാരും പോലീസുകാരും അറിയാതെ ലഹരി കച്ചവടം നടക്കുമോ? തീർച്ചയായിട്ടും ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. വെറുതെ വർത്തമാനം. പിന്നെ നിസ്സഹായരായ നിഷ്കളങ്കരായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ കയ്യിൽ നിന്ന് 9 ഗ്രാം MDMA പിടിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയുടെ MDMA ആണ്? പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇന്നത്തെ വാർത്തയാണ്. പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ട്, അക്രോസ് പാർട്ടി പറയുന്നു. പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ട്, പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒത്താശയുണ്ട്. അത് ചെയ്യാത്ത പോലീസുകാരും ഉണ്ട് കേട്ടോ.
ഇല്ലെന്നല്ല, എല്ലാവരും ഇതിങ്ങനെ മയക്കുമരുന്ന് നടക്കട്ടെ, എനിക്ക് എൻ്റെ കമ്മീഷൻ കിട്ടിയാൽ മതി, അങ്ങനെയുള്ള ആൾക്കാരല്ല. ബട്ട് ബൈ ആൻഡ് ലാർജ് ഇവർക്ക് പേട്രണേജ് ഉണ്ട്, ബിക്കോസ് അത്ര വലിയ പൈസയാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.